നമസ്തേ. 5ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമായിട്ടുള്ള സംഗമഗ്രാമ മാധവ എന്നുള്ള പാഠത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പാഠഭാഗം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. എല്ലാ ലെസണിനും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും എക്സസൈസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പഠന പ്രവർത്തനാനി ഏകപദന ഉത്തരത. ഇതിൽ ക്വസ്റ്റ്യൻസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബഹവഹ ഗണിത സിദ്ധാന്താഹ കുത്ര ദൃശ്യന്തെ. ഗണിത സിദ്ധാന്തങ്ങൾ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? അഥർവേദത്തിൽ. ഇരിങ്ങാലക്കുട ഗ്രാമസ്യ സംസ്കൃത നാമക്യം. ഇരിങ്ങാലക്കുടയുടെ സംസ്കൃത പേര് എന്താണ്? സംഗമഗ്രാമ. മാധവേന ലിഖിതേഷു ഗ്രന്ഥേഷു ഏകസ്യ നാമ ലിഖത. മാധവൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പേര് ഗോളവാദം. ഏകവാക്യൻ ഉത്തരത. പ്രമുഖാഹ ഭാരതീയാഹ ഗണിതജ്ഞാഹ കെ. പ്രമുഖരായിട്ടുള്ള ഭാരതീയരായിട്ടുള്ള ഗണിതജ്ഞന്മാർ ആരൊക്കെയാണെന്നാണ് ചോദ്യമുള്ളത്. ബ്രഹ്മഗുപ്ത, ആര്യഭട്ട, ഭാസ്കരാചാര്യ ച പ്രമുഖാഹ ഭാരതീയാഹ ഗണിതജ്ഞാഹ ഭവന്തി. പേരുകൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നമുക്ക് പഠിക്കാം കേട്ടോ. സംഗമഗ്രാമ മാധവസ്യ ശിഷ്യാഹ കെ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാരൊക്കെയാണ്? നീലകണ്ഠ, സോമയാജി, ജ്യേഷ്ഠദേവ, നാരായണ, ശങ്കരവാര്യർ ഇത്യേദി തസ്യ ശിഷ്യാഹ ആസൻ. ഇവരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. മൂന്നാമത്തെ, കസ്മിൻ ഗ്രന്ഥേ ചന്ദ്രസ്യ സ്ഥാനനിർണയായ ഗണിത പദ്ധതി ആവിഷ്കൃത അസ്തി. ചന്ദ്രൻ്റെ സ്ഥാനം നിർണ്ണയിക്കാനായിട്ടുള്ള ഗണിത പദ്ധതി ഏത് പുസ്തകത്തിലാണ്? ഉത്തരം, വേണ്വാരോഹം നാമ ഗ്രന്ഥേ ചന്ദ്രസ്യ സ്ഥാനനിർണയായ ഗണിത പദ്ധതി ആവിഷ്കൃത അസ്തി. വേണ്വാരോഹം നാമ ആ പുസ്തകത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ, യഥോചിതം യോജയിത. യോജിപ്പിക്കാനാണ് ഇവിടെ. ക എന്നുള്ള ഭാഗത്ത് പദങ്ങളും ഖ എന്നുള്ള ഭാഗത്ത് ധാതുക്കളും ഗ എന്നുള്ളവിടെ ലകാരങ്ങളും ഖ എന്നുള്ളവിടെ പുരുഷന്മാരാണ് കൊടുത്തേക്കുന്നത്. ഉദാഹരണം, ഹസാമി എന്നുള്ള വേർഡിൻ്റെ ഹസ് ധാതു ലട്ടലകാര ഉത്തമ പുരുഷ. ഇതേപോലെയാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ വേർഡ്സുമായിട്ട് നോക്കാം. പഠതി എന്നുള്ളത് പഠധാതു ലട്ടലകാര പ്രഥമ പുരുഷ. അങ്ങനെയാണ് എൻ്റെ വേർഡ്സ് വരുന്നത്. വദിഷ്യസി എന്നുള്ളത് വധധാതു ലിറിട്ടലകാര മധ്യമ പുരുഷ. ലിഖന്തു എന്നുള്ളത് ലിഖധാതു ലോട്ടലകാര പ്രഥമ പുരുഷ. ഹസാമി എന്നുള്ളത് ഹസ്ധാതു ലട്ടലകാര ഉത്തമ പുരുഷ. അഘാത എന്നുള്ള വേർഡ് ഘാതധാതു ലങ്ങലകാര പ്രഥമ പുരുഷ. ഇങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നാലാമത്തെ, അധോദത്താനം ക്രിയാപദാനം ലകാരാനുസരം പട്ടികാം കുരുത. ലകാരം അനുസരിച്ച് ടേബിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗച്ഛതി, പഠിഷ്യസി, അലിഖത്, പിബന്തു, അഗച്ഛൻ, യച്ഛതു, ഗർജതി, ഹരിഷ്യാമി, നമാമി, അഹസത, വദിഷ്യന്തി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഓൾറെഡി ടേബിൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ലട്ട്, ലങ്, ലിട്ട്, ലോട്ട്. ലട്ടിൽ ഗച്ഛതി, ഗർജതി, നമാമി, പഠസി, തിഷ്ഠാമഹ. ലങ്ങിൽ അലിഖത്, അഗച്ഛൻ, അഹസത, അഗർജത്, അഹസം. ലിട്ടിൽ വദിഷ്യന്തി, പഠിഷ്യസി, ഹരിഷ്യാമി, ഗാസ്യന്തി, ഖാദിഷ്യന്തി. ലോട്ട്ലകാരത്തിൽ യച്ഛതു, പിബന്തു, യച്ഛതു, പഠന്തു, ക്രീഡന്തു. ഇങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നിർദ്ദേശാനുസാരം ക്രിയാപദേന പൂരേത. നിർദ്ദേശമനുസരിച്ച് ക്രിയാപദം അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഉദാഹരണം, സഹ സംസ്കൃതം ഡാഷ് പഠധാതു ലട്ലകാര. സഹ സംസ്കൃതം പഠതി. ഫസ്റ്റ് വൺ, ദർശകാഹ നാടകം ദൃഷ്ട്വാ ഹസന്തി. ഹസധാതു ലട്ടായതുകൊണ്ടാണ് ഹസന്തി വന്നത്. ബാലാഹ കന്തുക്കേന ഡാഷ് ക്രീഡധാതു ലിറിട്ടലകാര. അപ്പോൾ ക്രീഡിഷ്യന്തി. ലിറിട്ടായതുകൊണ്ടാണ് ക്രീഡിഷ്യന്തി. യൂയം സമ്യക് ഡാഷ് ലിഖധാതു ലോട്ടലകാര. അപ്പോൾ ലിഖത. കാരണം എന്താ? ത്വം യുവാം യൂയം. ത്വം ലിഖസി യുവാം ലിഖതഃ യൂയം ലിഖത. അങ്ങനെയാണ് ലിഖത വന്നത്. അഹം ഡാഷ് ഗച്ഛധാതു ലങ്ങലകാര. അപ്പോൾ അഹം വന്ന കാരണം ഉത്തമ പുരുഷ ഏകവചനാണ് അഗച്ഛം. അങ്ങനെയാണ് എഴുതേണ്ടത്. 6th വൺ, കോഷ്ടക്കെ പ്രയുക്താനി പ്രശ്നവാചക ശബ്ദാനി ഉപയോഗിച്ച് പ്രശ്നവാക്യാനി ലിഖത. പ്രശ്നവാക്യങ്ങൾ ക്വസ്റ്റ്യൻ വേർഡ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഉദാഹരണം, ശ്രീനാരായണ ഗുരു കേരളീയ സാമാജിക പരിഷ്കർത്ത ഭവതി. ഉത്തരം, കഹ കേരളീയ സാമാജിക പരിഷ്കർത്ത ഭവതി. ആരാണ്? കഹ എന്ന് വെച്ചാൽ ഹു, ആരാണ്. ഫസ്റ്റ് വൺ, സഹ ചെമ്പഴന്തി ഗ്രാമേ ജനീമലഭത. അപ്പോൾ ഗ്രാമത്തിൽ എന്ന് പറയുമ്പോൾ സ്ഥലമാണ്. കുത്ര, വേർ. സമാജസ്യ ഉന്നമനാർത്ഥം സഹ പ്രയത്നം അകരോൽ. ഉന്നമനാർത്ഥം, സമാജത്തിൻ്റെ നല്ലതിന് വേണ്ടി. അപ്പോൾ എന്തിനു വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ കിമർത്ഥം. ഭാരതീയ ജ്ഞാനസാഗരാത് സഹ പ്രചോദിത ആസീത്. അപ്പോൾ എവിടെ നിന്ന് എന്ന് പറയുമ്പോൾ കുതഹ. മഹാകവി കുമാരനാശാൻ തസ്യ ബഹുഷു ശിഷ്യേഷു പ്രമുഖ ഭവതി. കുമാരനാശാൻ, മഹാകവി കുമാരനാശാൻ എന്നുള്ളത് ആര് എന്നുള്ള അർത്ഥത്തിൽ കഹ. ഉദാഹരണത്തിൽ പോലെ തന്നെ ഹു എന്നുള്ള അർത്ഥം തന്നെയാണ്. ആ വേർഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. കഹ എന്നുള്ളത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്.
ഏഴാമത്തെ ഉചിത ക്രിയാപദാനി ഉപയോഗിച്ച് കഥാം പൂരയത. കഥ കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ തിഷ്ഠതി, അവദത്, ആനയതു, ഉപവിശതി, ഹനിഷ്യതി, ഇച്ഛതി, അതരൻ എന്നിങ്ങനെ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. നദ്യഃ തീരെ ഏകഃ ജംബൂവൃക്ഷഃ തിഷ്ഠതി. നദീതീരത്തൊരു ഞാവൽ വൃക്ഷമുണ്ട്. രുചികരാണ് ജംബൂഫലാനി ഭുക്ത്വ ഏകഃ വാനരഃ തത്ര വസതി സ്മ. അതിൽ നിന്നുള്ള രുചികരമായിട്ടുള്ള ഞാവൽപ്പഴം കഴിച്ചുകൊണ്ട് ഒരു വാനരം അവിടെ താമസിച്ചിരുന്നു. ഏകദാ ഏകഃ മകരഃ തത്ര ആഗച്ഛത്. ഒരു മുതല അവിടേക്ക് വന്നു. തൗ മിത്രേ അഭവതാം. അവർ രണ്ടുപേരും മിത്രങ്ങളായി, കൂട്ടുകാരായി. വാനരഃ തസ്മൈ ജംബൂഫലാനി അയച്ച. വാനരൻ ആ മുതലയ്ക്ക് ഞാവൽപ്പഴമൊക്കെ കൊടുത്തു. മകരഃ താനി ഫലാനി ഭാര്യാयै മകര്यै അയച്ചത്. ആ മുതല ആ പഴങ്ങളൊക്കെ തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. ഫലാനി ഭുക്ത്വ മകരീ അവദത്. പഴങ്ങളൊക്കെ കഴിച്ച് മകരി പറഞ്ഞു, ഈദൃശാനി മധുരഫലാനി ഖാദതഃ വാനരസ്യ ഹൃദയം അതീവ മധുരതമം ഭവതി. അപ്പം ഇത്രയും സ്വീറ്റായിട്ടുള്ള ഞാവൽപ്പഴം കഴിച്ച് വാനരൻ്റെ ഹൃദയവും എന്തായിരിക്കും? സ്വീറ്റായിട്ടുണ്ടാവും. തസ്യ ഹൃദയം ഭോജനാർത്ഥം ആനയതു. അവൻ്റെ ഹൃദയം കഴിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ആനയതു എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. മകരഃ ഭാര്യായാഹ വചനാനുസാരം വാനരം ഭോജനാർത്ഥം സ്വഗൃഹം നിമന്ത്രയതി. ഭാര്യയുടെ ആവശ്യമനുസരിച്ച് വാക്ക് കേട്ട് വാനരനെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു. കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. വാനരഃ മകരസ്യ പൃഷ്ഠേ ഉപവിശതി. വാനരൻ മുതലയുടെ പുറത്താണ് ഇരിക്കുന്നത്. യാത്രാം ആരഭത്തെ. യാത്ര ആരംഭിച്ചു. നദീമധ്യം പ്രാപ്തഃ മകരഃ വാനരം അവതത്. നദിയുടെ നടുക്കിലെത്തിയപ്പോൾ വാനരനോട് മകരൻ പറഞ്ഞു, മമ ഭാര്യ ഭോജനായ തവ ഹൃദയം ഇച്ഛതി. എൻ്റെ ഭാര്യ നിൻ്റെ മധുരമായിട്ടുള്ള ഹൃദയം ഭക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തദർത്ഥം ഭവന്തം തത്ര നയാമി. അതിനു വേണ്ടിയാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ഏഷഃ മാം ഹനിഷ്യതി ഉപായഃ കഃ. ഇവൻ എന്നെ കൊല്ലും, എന്താണ് സൊല്യൂഷൻ എന്ന് സഹ അചിന്തയൻ. ആര് ചിന്തിച്ചു? വാനരൻ ചിന്തിച്ചു. വാനരഃ വദത് അരേ മിത്ര പൂർവമേവ സൂചനീയഃ ഖലു. മുമ്പേ തന്നെ നീ പറയേണ്ടതല്ലേ. മമ ഹൃദയം തു വൃക്ഷേ സ്ഥാപിതം അസ്തി. എൻ്റെ ഹൃദയം വൃക്ഷത്തിലാണുള്ളത്. ഏതത് ശ്രുത്വാ മകരഃ വൃക്ഷം പ്രതി അതരൻ. ഇത് കേട്ട പാടെ മുതല വീണ്ടും തിരിച്ച് വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ആരംഭിച്ചു. തീരെ പ്രാപ്തേ വാനരഃ ഝട്ടിതി വൃക്ഷം ആരോഹത. തീരത്തെ എത്തിയ ഉടനെ തന്നെ വാനരൻ എന്ത് ചെയ്തു? മരത്തിൻ്റെ മുകളിലേക്ക് കയറി. ഏവം വാനരഃ ഉപായേന അപായാത് രക്ഷിതഃ. അങ്ങനെ വാനരൻ ഉപായം കൊണ്ട്, സൊല്യൂഷൻ കൊണ്ട് അപായത്തിൽ നിന്ന്, ഡേഞ്ചറിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടു. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യവും സിമ്പിളായിട്ട് നേടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ഒരു 7th ക്വസ്റ്റ്യനോട് കൂടി ഈ പാഠഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ലെസനോട് കൂടി ഈ ടെക്സ്റ്റ് ബുക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടേം 2 എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത കൊല്ലം 6th NCERTയുടെ ദീപകം എന്ന് പറഞ്ഞ പാഠപുസ്തകമാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്കൂളുകളിൽ. ആ ദീപകം പാഠപുസ്തകത്തിലെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ധന്യവാദാഹ.